അശ്ലോക് യൂണിവേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. മൗനം സമ്മതം രണ്ടാം ഭാഗത്തിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. 364 എപ്പിസോഡിൽ ആകാംക്ഷാഭരിതമായ ഒരുപാട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. നമുക്കൊട്ടും വൈകാതെ തന്നെ ഇന്നത്തെ എപ്പിസോഡ് വിശദമായി നോക്കാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ആശയെയുമാണ് അശോകനെയുമാണ്. പുതിയതായി വന്ന ഒരു ജോലി തനിക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് അശോക് ആശയോട് പറയുന്നതാണ് കാണിക്കുന്നത്. ആ ജോലി വേണ്ടെന്ന് വെക്കേണ്ടി വന്നതിൽ അശോകന് വലിയ വിഷമമുണ്ട്. തനിക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഇല്ലെന്നും അതുകൊണ്ട് ആ ജോലി ഏറ്റെടുക്കാൻ കഴിയില്ലെന്നും പറഞ്ഞ് അശോക് അവിടുന്ന് പോവുകയാണ്. അവർക്കിടയിൽ ജോലി സംബന്ധമായ ചെറിയൊരു തർക്കം അവിടെ ഉടലെടുക്കുന്നുണ്ട്. പിന്നീട് കഥ വികസിക്കുന്നത് സോജയിലേക്കും ഭരത്തിലേക്കുമാണ്. ഭരത് തന്റെ അച്ഛന്റെ മുറിയിൽ പോയിട്ട് എന്താണ് ഇത്ര നേരമായിട്ടും വരാത്തത് എന്നാലോചിച്ച് സോജ ഉത്കണ്ഠയോടെ കാത്തു നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ഭരത് അങ്ങോട്ട് വരുന്നത്. അച്ഛൻ എന്താണ് പറഞ്ഞതെന്ന് സോജ ചോദിക്കുമ്പോൾ ഭരത് തന്റെ സന്തോഷം പങ്കുവെക്കുന്നു. ഇത്രയും കാലം അച്ഛന്റെ വായിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകൾ ഇന്ന് കേട്ടുവെന്ന് ഭരത് വികാരാധീനനായി പറയുന്നു. ആദ്യമായാണ് അച്ഛൻ താൻ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം നന്ദി പറയുന്നതെന്നും അച്ഛന്റെ കണ്ണുകളിൽ തന്നോടുള്ള ആ സ്നേഹം ആദ്യമായി കണ്ടുവെന്നും ഭരത് പറയുന്നു. ഭരത്തിന്റെ വാക്കുകൾ കേട്ട് സോജയുടെ മനസ്സ് നിറയുകയാണ്. എന്നാൽ ഇതിനെല്ലാം കാരണം സോജയാണെന്ന് പറഞ്ഞ് ഭരത് അവളെ അഭിനന്ദിക്കുന്നു. സോജ കൂടെ നിന്നതുകൊണ്ടാണ് തനിക്ക് ഇതെല്ലാം സാധിച്ചതെന്നും അവളുടെ പിന്തുണയ്ക്ക് നന്ദിയുണ്ടെന്നും ഭരത് പറയുന്നു. താൻ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും സോജ ഇന്നുവരെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ലെന്നും ജ്യോതിക്ക് വലിയ ആഭരണങ്ങൾ വാങ്ങി നൽകിയപ്പോൾ പോലും അവൾ പരാതി പറഞ്ഞില്ലെന്നും ഭരത് ഓർക്കുന്നു. നീ ഒരു മികച്ച ഭാര്യയാണെന്ന് ഭരത് പറയുമ്പോൾ സോജയുടെ കണ്ണുകൾ നിറയുകയാണ്. സ്നേഹസൂചകമായി ഭരത് അവൾക്കായി ഒരു ആഭരണപ്പെട്ടി നൽകുകയും അത് അവളുടെ കഴുത്തിൽ അണിയിക്കുകയും ചെയ്യുന്നു. സ്നേഹത്തോടെയുള്ള ഈ നിമിഷം സോജയെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നു. അടുത്ത ദിവസം രാവിലെ കാവ്യമോളും സോജയും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. തനിക്ക് കഴിഞ്ഞ ദിവസം ഐസ്ക്രീം വാങ്ങിത്തന്ന ആശ്രമത്തിലെ മുത്തശ്ശിയോട് നന്ദി പറയണമെന്ന് കാവ്യമോൾ ആവശ്യപ്പെടുന്നു. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരോട് നന്ദി പറയുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് സോജ ഫോൺ ഡയൽ ചെയ്ത് മോൾക്ക് നൽകുന്നു. എന്നാൽ കാവ്യമോൾക്ക് വിളിക്കേണ്ടിയിരുന്നത് മുത്തശ്ശിയെ ആയിരുന്നില്ല, മറിച്ച് ആശ്രമത്തിൽ കഴിയുന്ന അഞ്ജലിയെ ആയിരുന്നു. ഫോൺ കൈമാറി കിട്ടിയ അഞ്ജലിയും കാവ്യമോളും തമ്മിൽ കുറെ നേരം സംസാരിക്കുന്നു. മുത്തശ്ശിയെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടെന്നും എപ്പോഴാണ് തിരിച്ചു വരുന്നതെന്നും കാവ്യ ചോദിക്കുന്നു. താൻ വൈകാതെ വരുമെന്നും എന്നാൽ താൻ ഇവിടെയുള്ള കാര്യം ആരോടും പറയരുതെന്നും അത് തങ്ങളുടെ ഒരു സീക്രട്ട് ആണെന്നും അഞ്ജലി കാവ്യയെ ഓർമ്മിപ്പിക്കുന്നു. ഫോൺ സംഭാഷണം കഴിഞ്ഞ് അടുക്കളയിലേക്ക് പോകുന്ന സോജ കാണുന്നത് തന്റെ അമ്മ അവിടെയുള്ള ജ്യൂസ് കുടിക്കുന്നതാണ്. അത് അച്ഛനു വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് സോജ പറയുന്നുണ്ടെങ്കിലും അമ്മയ്ക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല. കാവ്യമോൾ ആരെയാണ് വിളിച്ചതെന്ന് അമ്മ ചോദിക്കുമ്പോൾ ഐസ്ക്രീം വാങ്ങിത്തന്ന മുത്തശ്ശിയാണെന്ന് സോജ മറുപടി നൽകുന്നു. എന്നാൽ അമ്മയുടെ മനസ്സിൽ ഒരു സംശയം ഉദിക്കുന്നു. കാവ്യ അവിടെ അഞ്ജലിയെയും മുത്തശ്ശിയെയും കാണാൻ സാധ്യതയുണ്ടെന്ന് അമ്മ സംശയിക്കുന്നു. അമ്മയുടെ നിർബന്ധം കാരണം സോജ കാവ്യമോളോട് കാര്യങ്ങൾ മയത്തിൽ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നു. എന്നാൽ അമ്മയ്ക്ക് പോലും അറിയാത്ത കാര്യം തനിക്കെങ്ങനെ അറിയാം എന്ന കാവ്യയുടെ മറുപടി കേട്ട് അമ്മയുടെ സംശയം വെറും പൊട്ടത്തരമാണെന്ന് സോജ ഉറപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, ഇതുവരെയുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായി കമന്റിൽ ഒരു റെഡ് ഹാർട്ട് ഓഫ് ഇടാൻ മറക്കരുത്. ഈ സീരിയലിനെ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും ലൈക്ക് ചെയ്യുക. നമുക്ക് ഒരു 100 ലൈക്കെങ്കിലും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യുന്നവർ എല്ലാവരും കമന്റ് കൂടി നിർബന്ധമായും ചെയ്യണം. അത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടാക്കുന്നു. പുതിയ വീഡിയോകൾ വേഗം അപ്ലോഡ് ചെയ്യാൻ ഇതെന്നെ പ്രചോദിപ്പിക്കും. അതുകൊണ്ട് ലൈക്കും കമന്റും ഒരേ കൗണ്ടിലേക്ക് എത്തിക്കാൻ നമുക്ക് ശ്രമിക്കാം. തുടർന്ന് കാണിക്കുന്നത് ജ്യോതിയുടെ വീടാണ്. സിദ്ധാർത്ഥിന്റെ അമ്മയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നു. അത് സിദ്ധാർത്ഥിന്റെ അനിയത്തിയുടെ വിവാഹാലോചന മുടങ്ങിയതിനെക്കുറിച്ചായിരുന്നു. ജ്യോതിയെപ്പോലെ ഒരു കുഞ്ഞുള്ള പെണ്ണിനെ വിവാഹം കഴിച്ച സിദ്ധാർത്ഥിന്റെ കുടുംബവുമായി ബന്ധം സ്ഥാപിക്കാൻ അവർക്ക് താല്പര്യമില്ലെന്നാണ് അവർ അറിയിച്ചത്. ഇത് കേട്ട് സിദ്ധാർത്ഥിന്റെ അമ്മ നിയന്ത്രണം വിട്ട് ജ്യോതിയെ ചീത്ത വിളിക്കുന്നു. ജ്യോതി കാരണമാണ് തന്റെ മകളുടെ വിവാഹം മുടങ്ങിയതെന്ന് അവർ ആക്രോശിക്കുന്നു. എന്നാൽ സിദ്ധാർത്ഥ് ഇതിനെ എതിർക്കുന്നു. ഇത്തരം പഴഞ്ചൻ ചിന്താഗതിയുള്ള ആളുകൾക്ക് തന്റെ അനിയത്തിയെ വിവാഹം കഴിച്ചു കൊടുക്കാത്തതാണ് നല്ലതെന്ന് അവൻ പറയുന്നു. എങ്കിലും അമ്മയ്ക്ക് ജ്യോതിയോടുള്ള ദേഷ്യം മാറുന്നില്ല. മറ്റൊരു വശത്ത് അശോകനും ആശയും തമ്മിൽ വലിയ തർക്കം നടക്കുകയാണ്. കിട്ടിയ ജോലി വേണ്ടെന്ന് വെച്ച അശോകനോട് ആശ ദേഷ്യപ്പെടുന്നു. പണം അത്യാവശ്യമുള്ള ഈ സമയത്ത് ജോലി തിരഞ്ഞെടുക്കാൻ പാടില്ലെന്നും കിട്ടുന്നത് ചെയ്യണമെന്നും ആശ വാദിക്കുന്നു. എന്നാൽ തനിക്ക് ചേരാത്ത ജോലി ചെയ്യില്ലെന്ന് അശോകും ഉറപ്പിച്ചു പറയുന്നു. ഇരുവരും തമ്മിലുള്ള ഈ വഴക്ക് അപ്സര ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു. അവർ തമ്മിൽ തെറ്റുന്നത് കണ്ട് അപ്സരയുള്ളാലെ സന്തോഷിക്കുന്നു. ദേഷ്യപ്പെട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്ന അശോകന്റെ അടുത്തേക്ക് അപ്സര എത്തുന്നു. വളരെ തന്ത്രപരമായി അശോകനെ സ്വാധീനിക്കാൻ അപ്സര ശ്രമിക്കുന്നു. അശോകനോട് അപ്സര വളരെ സോഫ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ആശയ്ക്ക് സൗന്ദര്യമില്ലെന്നും നിങ്ങളെപ്പോലെ ഒരു സുന്ദരന് അവൾ ചേരില്ലെന്നും പറഞ്ഞ് അശോകനെ പുകഴ്ത്താൻ അപ്സര ശ്രമിക്കുന്നു.
ഇത് കേട്ട് അശോകന് നല്ല ദേഷ്യം വരുന്നുണ്ട്. തങ്ങൾ തമ്മിലുള്ള തർക്കത്തിന്റെ ഇടയിൽ കയറി ആശയെക്കുറിച്ച് മോശം പറയരുതെന്ന് അശോക് താക്കീത് ചെയ്യുന്നു. എന്നാൽ അപ്സര വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അശോകന് വേണ്ടി താൻ സ്നേഹത്തോടെ ഉണ്ടാക്കിയ ലസ്സി കുടിക്കണമെന്ന് അവൾ നിർബന്ധിക്കുന്നു. ഹാൻസമായ മുഖത്ത് ദേഷ്യം ചേരില്ലെന്ന് പറഞ്ഞ് അശോകനെ സോപ്പിടാൻ നോക്കുന്ന അപ്സരയുടെ കയ്യിലിരുന്ന ലസ്സി ഗ്ലാസ് അശോക് തട്ടിത്തെറിപ്പിക്കുന്നു. ഇതിനിടയിൽ അശോകൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആശ സ്വയം ആലോചിക്കുന്നുണ്ട്. ജോലി ലഭിക്കുക എന്നതാണ് പ്രധാനമെന്നും തങ്ങൾ തമ്മിൽ വഴക്കിടാൻ പാടില്ലെന്നും കരുതി ആശ അശോകനെ കണ്ട് സംസാരിക്കാൻ തീരുമാനിക്കുന്നു. ആ സമയത്ത് ഓഫീസിൽ സിദ്ധാർത്ഥ് തന്റെ അനിയത്തിക്ക് വേണ്ടി പുതിയ ആലോചനകൾ നോക്കുകയാണ്. അവിടെ എത്തുന്ന ഭരത് തന്നെയും അച്ഛനെയും അടുപ്പിച്ചതിന് സിദ്ധാർത്ഥിനോട് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. സിദ്ധാർത്ഥിന്റെ സഹായം കാരണമാണ് തനിക്കിപ്പോൾ അച്ഛനുമായി നല്ലൊരു ബന്ധമുണ്ടാക്കാൻ സാധിച്ചതെന്ന് ഭരത് സന്തോഷത്തോടെ ഓർക്കുന്നു. വീണ്ടും അശോകന്റെ അടുത്തേക്ക് എത്തുന്ന അപ്സര തന്റെ കുതന്ത്രങ്ങൾ തുടരുന്നു. അശോകനോട് വളരെ മനോഹരമായി സംസാരിക്കാൻ അവൾ ശ്രമിക്കുന്നു. അശോകൻ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും അപ്സര അവനെ വിടാതെ പിന്തുടരുന്നു. ആ സമയത്താണ് ആശ അങ്ങോട്ട് വരുന്നത്. അപ്സര അശോകന്റെ അടുത്തേക്ക് വരുന്നത് കാണുന്ന ആശ തെറ്റിദ്ധരിക്കുകയും ദേഷ്യത്തോടെ അവിടെ നിന്നും ഓടുകയും ചെയ്യുന്നു. അപ്സര ഇത് കണ്ട് പുച്ഛത്തോടെ ചിരിക്കുകയാണ്. തന്റെ സൗന്ദര്യത്തിന് മുന്നിൽ ഒരാൾ പോലും ഇതുവരെ ഇങ്ങനെ വില നൽകാതെ പോയിട്ടില്ലെന്ന് അപ്സര മനസ്സിൽ കരുതുന്നു. ഓടിപ്പോകുന്ന ആശയെ അശോകൻ വിളിക്കുന്നുണ്ടെങ്കിലും അവൾ കേൾക്കുന്നില്ല. ഓട്ടത്തിനിടയിൽ മറ്റൊരാളുടെ ദേഹത്ത് തട്ടി ബാലൻസ് തെറ്റിയ ആശ മതിലിൽ തലയിടിച്ച് വീഴുകയാണ്. തലയിൽ നിന്നും രക്തം വാർന്നൊഴുകുന്ന ആശയുടെ ദയനീയ കാഴ്ചയോടെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. സുഹൃത്തുക്കളെ, ആശയ്ക്ക് ഇനി എന്ത് സംഭവിക്കും? അപ്സരയുടെ ചതി അവർ മനസ്സിലാക്കുമോ? സിദ്ധാർത്ഥിന്റെ അനിയത്തിയുടെ വിവാഹം നടക്കുമോ? ഇതൊക്കെ വരും എപ്പിസോഡുകളിൽ നമുക്ക് കണ്ടറിയാം. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും കമന്റും എനിക്ക് വലിയൊരു പ്രോത്സാഹനമാണ്. ലൈക്ക് ചെയ്യുന്നവരെല്ലാവരും ആ റെഡ് ഹാർട്ട് കമന്റ് കൂടി ഇടാൻ ശ്രദ്ധിക്കണേ. നമ്മുടെ ലൈക്കും കമന്റും ഒരേ എണ്ണത്തിലെത്തിക്കാൻ നമുക്ക് ശ്രമിക്കാം. കൂടാതെ നമ്മുടെ എപ്പിസോഡ് വീഡിയോകൾ എല്ലാം ഇൻസ്റ്റാഗ്രാം പേജിൽ ലഭ്യമാണ്. അശ്ലോക് യൂണിവേഴ്സ് എന്നാണ് പേജിന്റെ പേര്. എല്ലാവരും അവിടെ പോയി ഫോളോ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അടുത്ത എപ്പിസോഡിന്റെ വിശേഷങ്ങളുമായി വേഗം തന്നെ കാണാം. നന്ദി.